പാലക്കാട് 2 കേസുണ്ട്. ഒന്ന് 396/2017 എന്ന് പറയുന്നൊരു കേസുണ്ട്. അതിലെ അക്യൂസ്ഡ് കുറ്റാരോപിതൻ മധു എന്നറിയപ്പെടുന്ന ഒരാൾ മാത്രമാണ്. അയാൾക്കെതിരെ ചാർജ് ചെയ്തേക്കുന്നത് 450, 354, 376 2 FIN. ഈ 376 എന്ന് പറഞ്ഞാൽ ബലാത്സംഗമാണ്. പിന്നെ 354 പ്രേരണാ കുറ്റമാണ്. 302 കൊലപാതകം. 302 ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം ഉയർന്നു കേൾക്കുന്നത് പെൺകുട്ടിയെ കൊന്നു കെട്ടിത്തൂക്കിയെന്നാണ്. പക്ഷെ കൊന്നു കെട്ടിത്തൂക്കി എന്ന് വകുപ്പിൽ കേസിൽ ചാർജ് ചെയ്തിട്ടില്ല. 305 ചാർജ് ചെയ്തിട്ടുണ്ട്. പിന്നെ പോക്സോ പ്രകാരം എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന കുറ്റകൃത്യമാണ് ചാർജ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ സാക്ഷിയുടെ മൊഴികളെക്കുറിച്ച്, സാക്ഷി വിസ്താരത്തിനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഉദ്ദേശം 10 പേജ് വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 11ാമത്തെ പേജ് മുതലാണ് നമ്മൾ അതിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തൊക്കെ കുറ്റങ്ങളാണ്, എന്തിനൊക്കെ വേണ്ടിയാണ് ഈ ട്രയൽ നടത്തിയത്. അത് 1ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ കോസ് ഓഫ് ഡെത്ത് ഓഫ് ദ വിക്ടിം ഗേൾ ഇൻ ദ കേസ്. മരണകാരണം എന്താണ്? ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നതാണ് അവിടുത്തെ ചോദ്യം. മരണകാരണം. ഓക്കെ. അടുത്തതായി 2ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വെദർ ദ പ്രോസിക്യൂഷൻ ഹാസ് സക്സീഡ് ടു പ്രൂവിങ് ദ വിക്ടിം ഗേൾ വാസ് ഏജ്ഡ് 13 ഇയേഴ്സ്. മരിക്കുന്ന സമയത്ത് പെൺകുട്ടിക്ക് 13 വയസ്സായിരുന്നു എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നോ എന്നതാണ് 2ാമത്തെ ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാൽ പോക്സോ എന്ന് പറയുന്ന വകുപ്പ് അതിൽ ചാർത്താൻ പറ്റുമോ എന്നതിനാണ് 2ാമത്തെ ക്വസ്റ്റ്യൻ. 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, വെദർ ദ അക്യൂസ്ഡ് കമ്മിറ്റഡ് ഹൗസ് ട്രസ്പാസ് വിത്ത് ആൻ ഇൻറ്റൻഷൻ ടു കമ്മിറ്റ് ആൻ ഒഫൻസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് ആസ് അല്ലേജ്ഡ് ബൈ ദ പ്രോസിക്യൂഷൻ. ജീവപര്യന്തം കഠിന ശിക്ഷ കിട്ടുന്ന കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി വീട്ടിനകത്ത് അതിക്രമിച്ച് കടന്നിട്ടുണ്ടോ എന്നതാണ് 3ാമത്തെ ക്വസ്റ്റ്യൻ. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വെദർ ദ അക്യൂസ്ഡ് കമ്മിറ്റഡ് ദ റേപ്പ് ഓൺ ദി വിക്ടിം ഗേൾ ആസ് അലേജ്ഡ് ബൈ ദ പ്രോസിക്യൂഷൻ. മധു എന്ന് പറയുന്ന അക്യൂസ്ഡ് കുറ്റാരോപിതൻ ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ എന്നതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. 5ാമത്തെ ക്വസ്റ്റ്യൻ, വെദർ ദ അക്യൂസ്ഡ് സബ്ജക്റ്റഡ് ടു വിക്ടിം ഗേൾ ഫോർ കാർണൽ ഇന്റർകോഴ്സ് എഗൻസ്റ്റ് ദ ഓർഡർ ഓഫ് നേച്ചർ ആസ് അലേജ്ഡ് ബൈ ദ പ്രോസിക്യൂഷൻ. കാർണൽ ഇന്റർകോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതമായൊരു പദമായിരിക്കത്തില്ല. മലദ്വാരത്തിലൂടെ ലൈംഗിക ബന്ധം നടത്തുന്നതിനെയാണ് കാർണൽ ഇന്റർകോഴ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അൺനാച്ചുറൽ ഒഫൻസ് സെക്ഷൻ 377 ഓഫ് IPC. 377 വകുപ്പ് IPC പ്രകാരം കുറ്റം ചെയ്തിട്ടുണ്ട്. വെദർ ദ അക്യൂസ്ഡ് സെക്ഷലി അസാൾട്ട് ദ വിക്ടിം ഗേൾ ആസ് അലേജ്ഡ് ബൈ ദ പ്രോസിക്യൂഷൻ. പ്രോസിക്യൂഷൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും സെക്ഷൽ ലൈംഗികപരമായ കുറ്റകൃത്യം ആ പെൺകുട്ടിയിൽ ഈ മധു ചെയ്തിട്ടുണ്ടോ എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ. അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വെദർ ദ അക്യൂസ് അബറ്റഡ് ദ വിക്ടിം ഗേൾ ടു കമ്മിറ്റ് സൂയിസൈഡ്. നോക്കൂ, പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി മധു പ്രേരിപ്പിച്ചിട്ടുണ്ടോ? ഇതാണ് 7ാമത്തെ ക്വസ്റ്റ്യൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ, വെദർ ദ അക്യൂസ് ഔട്ട്റേജസ് ദ മോഡസ്റ്റി ഓഫ് ദ വിക്ടിം ഗേൾ ആസ് അലേജ്ഡ് ബൈ ദ പ്രോസിക്യൂഷൻ. ഔട്ട്റേജസ് ദ മോഡസ്റ്റി എന്ന് പറഞ്ഞാൽ അതും സാധാരണക്കാർക്ക് സുപരിചിതമായ പദമല്ല. സ്ത്രീത്വം നശിപ്പിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. സ്ത്രീത്വം നശിപ്പിച്ചിട്ടുണ്ടോ? 9ാമത്തെ ക്വസ്റ്റ്യൻ, വെദർ ദ അക്യൂസ്ഡ് കമ്മിറ്റഡ് ഒഫൻസ് ഓഫ് പെനട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് അഗൈൻസ്റ്റ് ദ വിക്ടിം ഗേൾ. മരിച്ച പെൺകുട്ടിയെ മരിച്ച പെൺകുട്ടി പെനട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് നടത്തിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ മധുവിൻ്റെ ലൈംഗിക അവയവം
പെൺകുട്ടിയുടെ ശരീരഭാഗത്തിനകത്ത് പ്രവേശിപ്പിച്ചിട്ടുണ്ടോ എന്നതാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഒഫൻസ് കമ്മിറ്റഡ് ബൈ ദ അക്യൂസ്? മധു എന്ത് കുറ്റമാണ് ചെയ്തത്? 11ാമത്തെ ക്വസ്റ്റ്യൻ, ഒഫൻസ് പ്രൂവ് ചെയ്താൽ എന്ത് ശിക്ഷ കൊടുക്കണം? ഇതാണ് 11 ക്വസ്റ്റ്യൻ ആണ് കോടതി ഫ്രെയിം ചെയ്തത്. ആ 11 ക്വസ്റ്റ്യനിലെ ഒരു ക്വസ്റ്റ്യൻ പോലും എന്ത് ചെയ്തിട്ടില്ല, തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, അവരെ വെറുതെ വിട്ടു. ഓക്കെ, നോക്കൂ, ഇനി 11ാമത്തെ പേജാണ്. നമ്മൾ 10 പേജ് വരെ പറഞ്ഞു. മൊത്തം 30 സാക്ഷികളാണുള്ളത്. അപ്പോൾ 30 സാക്ഷികളിൽ 29ാമത്തെ സാക്ഷിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. 29ാമത്തെ സാക്ഷി എന്ന് പറയുന്ന ആരാണ്? സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഹേമാംബിക നഗർ. ഹേമാംബിക നഗറിലെ CI ഓഫ് പോലീസാണ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? 2ാം ഘട്ട ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ആളാണ്. 1ാം ഘട്ട ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് വാളയാർ പോലീസാണ്. 2ാം ഘട്ട ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് ഹേമാംബിക നഗറിലെ CI ആണ്. 3ാം ഘട്ട ഇൻവെസ്റ്റിഗേഷനാണ് ആര് നടത്തിയത്? സോജൻ എന്ന് പറയുന്ന ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് നടത്തിയത്. ഓക്കെ, ദ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് നർക്കോട്ടിക് സെൽ പാലക്കാട് ഹൂ കണ്ടക്ടഡ് ദ ലേറ്റർ പാർട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ലെയ്ഡ് ദ ഫൈനൽ റിപ്പോർട്ട് ഓൺ കംപ്ലീഷൻ ഓഫ് സെയിം. എന്ന് പറഞ്ഞാൽ അവസാനം വരെ അന്വേഷണം പൂർത്തിയാക്കിയത് സോജൻ എന്ന് പറയുന്ന DYSP ആണ്. അദ്ദേഹം നർക്കോട്ടിക് ഡിവിഷനിലെ DYSP ആണ്. നർക്കോട്ടിക്. 11ാമത്തെ പാരഗ്രാഫാണ് പറയുന്നത്, ഇറ്റ് വുഡ് ബി അപ്രോപ്രിയേറ്റ് ടു ബ്രീഫ് നറേറ്റീവ് എവിഡൻസ് അഡ്യൂസ്ഡ് ബൈ ദ വിക്ടിം. ആ വന്നവർ ആ മൈക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് സഹായിക്കണേ. ഓക്കെ, നോക്കൂ, 11ാമത്തെ പാരഗ്രാഫ്, ഇറ്റ് വുഡ് ബി അപ്രോപ്രിയേറ്റ് ടു ബ്രീഫ് നറേറ്റീവ് എവിഡൻസ് അഡ്യൂസ്ഡ് ബൈ ദ വിറ്റ്നസ്. വിറ്റ്നസ്സുകൾ, സാക്ഷികൾ പറഞ്ഞിരിക്കുന്ന മൊഴികളെക്കുറിച്ച് ഒന്ന് ചെറുതായി പറയാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ജില്ലാ കോടതി ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ബിഫോർ എൻറ്ററിങ് ഇൻ ദ മെറിറ്റ് ഓഫ് ദ കണ്ടൻഷൻ റേസ്ഡ് ബൈ ദ ലേണഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആൻഡ് ലേണഡ് ഡിഫൻസ് കൗൺസിൽ. ലേണഡ് ഡിഫൻസ് കൗൺസിലും പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെയും വാദമുഖങ്ങളെ കേൾക്കുന്നതിന് മുമ്പല്ല, അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് സാക്ഷിമൊഴികളെക്കുറിച്ച് പറയാം. 1, PW1 deposed that PW1 പറഞ്ഞത് മദർ ഓഫ് ദ വിക്ടിം ഗേൾ ഈസ് ഹിസ് ഹാൻഡ്. മരിച്ച പെൺകുട്ടിയുടെ അമ്മ എൻ്റെ അമ്മായിയാണ് എന്ന് പറഞ്ഞു. ഹീ ഈസ് റിസൈഡിങ് 1/2 കിലോമീറ്റർ അവേ ഫ്രം ഹർ ഹൗസ്. 1/2 കിലോമീറ്റർ മാറിയാണ് ആര് താമസിക്കുന്നത്? ഈ പെൺകുട്ടി താമസിക്കുന്നത്. ഹീ ഐഡൻറ്റിഫൈഡ് എക്സ്പിറ്റ് P1 ദ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഹിം ബിഫോർ ദ പോലീസ് ഇൻ ദ ഈവനിങ് ഓഫ് ദ ഡെത്ത് ഓഫ് ദി വിക്ടിം ഗേൾ. ആ പെൺകുട്ടി മരിച്ച സമയത്ത് വൈകിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി പറഞ്ഞയാളാണ് PW1. അയാളുടെ അമ്മായിയുടെ മകളാണ് ഈ മരിച്ച പെൺകുട്ടി. അയാൾ പറഞ്ഞു, ഞാൻ പോലീസിന് കൊടുത്ത മൊഴിയാണ് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞു. ഫ്യൂ ഡേയ്സ് ലേറ്റർ ഓഫ് ദ ഡെത്ത് ഓഫ് ദ എൽഡർ ഗേൾ ഓഫ് ഹിസ് ആൻഡ് ഹർ യങ്ങർ ഡോട്ടർ ഓൾസോ ഡൈഡ് ഇൻ സിമിലർ മാനർ. ആദ്യത്തെ പെൺകുട്ടി മരിച്ചു, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതേ രീതിയിൽ തന്നെ 2ാമത്തെ പെൺകുട്ടിയും മരിച്ചു എന്ന് അദ്ദേഹം മൊഴി പറഞ്ഞു. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ യങ്ങർ ഗേൾ ദ ഹസ്ബൻഡ് ഓഫ് ഹിസ് ആൻഡ് ടോൾഡ് PW1. അപ്പോൾ 2ാമത്തെ കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ആൻറ്റിയുടെ ഭർത്താവ് പറഞ്ഞാൽ ഇപ്പോൾ കൂടെ താമസിക്കുന്ന അച്ഛൻ എന്ന് പറഞ്ഞ ആൾ, 2ാം അച്ഛൻ എന്തു ചെയ്തു? എന്നോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? എന്നോട് എന്ത് പറഞ്ഞു? ദാറ്റ് ഓൺ ദ ഡേ വെൻ ഹി വാസ് സിറ്റിംഗ് ആ ദിവസം, ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ, ഇൻ ഹിസ് ഹൗസ്
and was suffering pain of his leg, he saw the accused standing inside the house by court to hold the elder. മൂത്ത പെൺകുട്ടിയെ വലിയ മധു എന്ന് പറയുന്ന കുറ്റവാളി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു എന്ന് ആര് പറഞ്ഞു? ഇപ്പോൾ കൂടെ താമസിക്കുന്ന അച്ഛൻ എന്ന് പറയുന്ന രണ്ടാം അച്ഛൻ പറഞ്ഞു. ആരോട് പറഞ്ഞു? PW1 പറഞ്ഞു. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, കേട്ട് കേൾവി കോടതി എവിഡൻസ് ആയിട്ട് പരിഗണിക്കില്ല. അച്ഛൻ മൊഴി പറഞ്ഞാൽ മാത്രമേ, ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ മാത്രമേ മൊഴിയായിട്ട് പരിഗണിക്കൂ. അച്ഛൻ കണ്ടു എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് പരിഗണിക്കത്തില്ല. അത് ഹിയർസേ എവിഡൻസ് ഈസ് നോട്ട് ആൻ അഡ്മിറ്റഡ് ഫാക്ട് എന്നാണ് ഇന്ത്യൻ തെളിവ് നിയമത്തിൻ്റെ സംഭവം. ഓക്കെ, അപ്പോൾ അത് നിലനിൽക്കത്തില്ല. ദ ഇൻസിഡൻറ്റ് വാസ് ഹാപ്പൻഡ് ഫ്യൂ ഡേയ്സ് പ്രവർ ദ ഡെത്ത് ഓഫ് ദ ഗേൾ. ഈ സംഭവം നടന്നത് മൂത്ത പെൺകുട്ടി മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെയാണ്. ഇറ്റ് ഈസ് ടോൾഡ് ബൈ ദ പേരൻസ് ഓഫ് ദ ഗേൾ ദാറ്റ് ദേ ഹാഡ് വാണ്ട് ദ അക്യൂസ്ഡ് സെവറൽ ഒക്കേഷൻ. എപ്പോൾ ഈ അച്ഛനും അമ്മയും എന്ത് പറഞ്ഞു? PW1 പറഞ്ഞു, ഇത് പലതവണ നടന്നിട്ടുണ്ട്, ഈ പെൺകുട്ടിയെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നാണ്. പിടിക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് അവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, സെക്സിൻ്റെ കാര്യമൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ഈ പലതവണയും മധുവിനെ എന്ത് ചെയ്തിട്ടുണ്ട്? വാണിംഗ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ടു അനദർ ചിൽഡ്രൻ നെയ്മലി കുട്ടി അപ്പു ആൻഡ് യങ്ങർ സിസ്റ്റർ ഓഫ് ദി വിക്ടിം ടോൾഡ് PW1 ദാറ്റ് ദ ഡേറ്റ് ഓഫ് ദ ഡെത്ത് ഓഫ് ദ ഗേൾ ദ അക്യൂസ്ഡ് കം ടു ദ ഹൗസ് ഓഫ് ദ വിക്ടിം. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? കുട്ടി അപ്പു എന്ന് പറയുന്ന ഒരു കുട്ടിയും മൂത്ത പെൺകുട്ടിയുടെ ഇളയ സഹോദരിയും പറഞ്ഞത്, ഈ പെൺകുട്ടി, മൂത്ത പെൺകുട്ടി മരിച്ച ദിവസം വലിയ മധു എന്ന് പറയുന്ന ഈ കുറ്റവാളി, കുറ്റാരോപിതൻ വീട്ടിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു എന്ന് ആര് പറയുന്നു? PW1 പറയുന്നു. നമ്മൾ മനസ്സിലാക്കണം, അവിടെയും PW1 പറഞ്ഞത് ഞാൻ കണ്ടുവെന്നല്ല, കുട്ടി അപ്പു എന്ന് പറയുന്ന ആളും മരിച്ചുപോയ യങ്ങർ സിസ്റ്ററും കണ്ടുവെന്നാണ്. അതും വേറൊരാൾ കേട്ട് പറയുകയാണ്, അതും കോടതി പരിഗണിക്കുകയല്ല. നേരിട്ട് മൊഴി പറഞ്ഞതല്ല, വേറൊരാൾ പറഞ്ഞത് ഞാൻ കേട്ടു എന്നിട്ട് പറയുന്നതാണ്. ഹിയർസേ എവിഡൻസ്, കേട്ട് കേൾവി. ഇറ്റ് ഈസ് ഓൾസോ ടോൾഡ് ബൈ ദം, അവരോട് പറഞ്ഞു എന്ത് ചെയ്യൂ? ദാറ്റ് ദ മദർ ഓഫ് ദ വിക്ടിം ബീറ്റ് കുട്ടി മധു വിത്ത് എ ബ്രൂ. ഈ കുട്ടി മധു, ഇത് വലിയ മധുവിൻ്റെ കേസാണ് കേട്ടോ. കുട്ടി മധുവിനെ മരിച്ചുപോയ പെൺകുട്ടികളുടെ അമ്മ ചൂല് കൊണ്ട് അടിച്ചു. മോളെ കയറി പിടിച്ചതിന് വേണ്ടി കേസ് കൊടുത്തില്ല, ചൂല് കൊണ്ടടിച്ചു, അതായിരുന്നു ശിക്ഷ. PW1 സസ്പെക്റ്റഡ് ദാറ്റ് ഇറ്റ് വാസ് ഡ്യൂ ടു ഫിയർ. എന്തുകൊണ്ടാണ് PW1 സംശയിക്കുന്നത്? പേടി കൊണ്ടാണ് ചിൽഡ്രൻ കമ്മിറ്റഡ് സൂയിസൈഡ്. കൊച്ചുകുട്ടികൾ ആത്മഹത്യ ചെയ്ത് ഭയം കൊണ്ടാണ്. അവിടെ നോക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം, ഭയം കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് PW1 പറയുന്നത്. ഓക്കെ, കൊലപാതകമാണെന്ന് അയാൾക്ക് സംശയമില്ല, അയാൾ അങ്ങനെ കോടതി പറഞ്ഞിട്ടുമില്ല. ദ ചിൽഡ്രൻ കമ്മിറ്റഡ് സൂയിസൈഡ് അവിടെ വളരെ വ്യക്തമായി നമ്മൾ നോക്കേണ്ടതാണ്. ചിൽഡ്രൻ കമ്മിറ്റഡ് സൂയിസൈഡ് എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. കണ്ടല്ലോ, ചിൽഡ്രൻ കമ്മിറ്റഡ് സൂയിസൈഡ് കണ്ടോ? ചിൽഡ്രൻ കമ്മിറ്റഡ് സൂയിസൈഡ്, കൊലപാതകമാണെന്ന് അവിടെ പറയുന്നില്ല. സൂയിസൈഡ് ആൻഡ് ടോൾഡ് ദാറ്റ് ദ ഫാക്ട് ടു ദ പോലീസ്. It was also deposed by the PW1 that he heard that even though the parents of the victim girl restrained the accused from entering the house, he usually visited there. വലിയ മധു എന്ന് പറയുന്ന ആളിനോട് വീട്ടിൽ കയറരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അയാൾ പലതവണ അവിടെ പോകുന്നുണ്ടായിരുന്നു എന്ന് PW1 പറയുന്നു. ഓക്കെ, അവിടെ പോകുന്നുണ്ടായിരുന്നു എന്നേ ആര് പറഞ്ഞിട്ടുള്ളൂ? PW1 പറഞ്ഞിട്ടുള്ളൂ. PW1 ഞാൻ കണ്ടു മൂത്ത പെൺകുട്ടിയെ ഇദ്ദേഹം റേപ്പ് ചെയ്യുന്നതെന്നോ കൊല്ലുന്നതെന്നോ PW1 പറഞ്ഞിട്ടില്ല. വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, PW2 deposed that he is residing about 100 meters away from the house. PW2 പറഞ്ഞെന്താ? ഞാൻ 100 മീറ്റർ അകലെയാണ് താമസിക്കുന്നത്. മരിച്ച പെൺകുട്ടികളുടെ വീട്ടിൻ്റെ 100 മീറ്റർ അകലെയാണ് താമസിക്കുന്നത്. ഓൺ ഈവനിങ് ഹീ ഹേർഡ് ദാറ്റ് ക്രൈയിങ് ദ യങ്ങർ സിസ്റ്റർ ഓഫ് ദ വിക്ടിം
ആൻഡ് വെൻറ്റ് ദെയർ ഹൗസ്. ഇപ്പോൾ PW2 പറയുന്നത്, ചെറിയ പെൺകുട്ടി കരയുന്നത് ഞാൻ കേട്ടു ഒരു ദിവസം വൈകിട്ട്, എന്നിട്ട് ഞാൻ ആ വീട്ടിലേക്ക് പോയി. അറ്റ് ദാറ്റ് ടൈം ഹീ സാ ദ വിക്ടിം ഹാസ് കമ്മിറ്റഡ് സൂയിസൈഡ് ബൈ ഹാങ്ങിങ് ഹേഴ്സെൽഫ്. നോക്കൂ, ഹാങ്ങിങ് ഹേർട്സെൽഫ്, ഹാങ്ങിങ് ഹേർട്സെൽഫ്, അവൾ സ്വന്തം തൂങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടു. ഹാങ്ങിങ് എന്നല്ല പറഞ്ഞ് ഹേർസെൽഫ് എന്നും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അവൾ സ്വയം തൂങ്ങി നിൽക്കുന്നത് കണ്ടു. അതും കൊലപാതകമാണെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുന്നില്ല. ഓക്കെ, അവൾ സ്വയം തൂങ്ങി നിന്നു എന്നാണ്. അതും നോക്കൂ, സൂയിസൈഡ്, ആത്മഹത്യ ചെയ്തു, ബൈ ഹാമിങ് ഹേർസെൽഫ്. ഇപ്പോൾ PW1 പറഞ്ഞതും എന്താണ്? ആത്മഹത്യ ചെയ്തു എന്നാണ്. PW2 പറയുന്നതും ആത്മഹത്യ എന്നാണ്. ഫ്രം ദ ഹൗസ് ഓഫ് PW2 he could able to see the person coming to the house of the victim. ഇവരുടെ വീട്ടിൽ നിന്നാൽ, PW2വിൻ്റെ വീട്ടിൽ നിന്നാൽ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നാൽ കാണാൻ കഴിയും. ആരെങ്കിലും വന്നാൽ കാണാൻ കഴിയും. എൻ്റെ വീട്ടിൽ നിന്നാൽ പെൺകുട്ടികളുടെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ കാണാൻ കഴിയും. At the time of the death, the girl, two other children, namely Kutti Appu and younger sister of the victim, were playing near the house. നോക്കൂ, കുട്ടി അപ്പുവും ഇളയ സഹോദരിയും വീട്ടിൽ നിന്ന് കളിക്കുകയായിരുന്നു. ബട്ട് ദിസ് വിറ്റ്നസ് ടേൺഡ് ഹോസ്റ്റൈൽ. പക്ഷേ ഈ സാക്ഷികൾ 1ഉം 2ഉം ആരായി? ഹോസ്റ്റൈലായി. എന്ന് പറഞ്ഞാൽ ആരായി? പ്രോസിക്യൂഷനെതിരെയായി. എന്ന് പറഞ്ഞാൽ പോലീസിൽ പറഞ്ഞത് അവർ കോടതിയിൽ അതുപോലെ പറഞ്ഞില്ല എന്നർത്ഥം. ഹോസ്റ്റൈൽ ടു ദ പ്രോസിക്യൂഷൻ ആൻഡ് ഡിനൈഡ് ഹിസ് സ്റ്റേറ്റ്മെന്റ് അലേജ്ഡ് മെയ്ഡ് ബൈ ദ പോലീസ് സ്റ്റേഷൻ ദാറ്റ് ഹി സാ ദ അക്യൂസ്ഡ് കമ്മിങ് ടു ദ ഹൗസ്. നോക്കൂ, കുറ്റ ആരോപിതൻ വീട്ടിലേക്ക് വരുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ മൊഴി അദ്ദേഹം കോടതിക്കകത്ത് മാറ്റി പറഞ്ഞു. അതാണ് ടേൺഡ് ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞത്. മൊഴി മാറ്റി പറഞ്ഞു. 13ാം പാരഗ്രാഫ്. PW3 deposed that, PW3 പറഞ്ഞത്, at the time of conducting inquest of the dead body of the victim he was present there and signed the inquest report. അതിലൊരു കാര്യമില്ല കേട്ടോ. ആ പെൺകുട്ടിയുടെ ബോഡി അഴിച്ചിറക്കി ദേഹപരിശോധന നടത്തിയപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഒപ്പിട്ടു. അതാണ് PW3. അത് കൂടുതലൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഹി ഐഡൻറ്റിഫൈഡ് ഹിസ് സിഗ്നേച്ചർ. അയാൾ പറഞ്ഞു എക്സ്ബിറ്റ് P2 ഇൻ ദ ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. എൻ്റെ ഒപ്പാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. പെണ്ണിൻ്റെ ബോഡി അഴിച്ചെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഒപ്പാണിത്. ഹി ഫർദർ ഡെപ്പോസ്ഡ് ദാറ്റ് his house is situated 400 away from the house of the victim. മരിച്ച പെൺകുട്ടികളുടെ വീട്ടിൻ്റെ 400 മീറ്റർ അകലെയാണ് എൻ്റെ വീട്. For going to his agricultural land he saw to pass through the side of the house of the victim. ഞാൻ എൻ്റെ കൃഷിഭൂമിയിലേക്ക് പോകുന്നത് പെൺകുട്ടികളുടെ വീട്ടിൻ്റെ സൈഡിൽ കൂടിയാണ്. While going his farmland he used to see several persons gathered in the house of the victim and laughed about. ഈ പെൺകുട്ടികളുടെ വീട്ടിൽ ഒത്തിരി ആൾക്കാർ നിൽക്കുന്നതും അവർ കളിയും ചിരിയും പറയുന്നതൊക്കെ എനിക്ക് കാണാമായിരുന്നു. ഞാൻ അങ്ങനെ പല ദിവസം കണ്ടിട്ടുണ്ട്. One Shibu was also residing in the house of the victim. ഒരു ഷിബുവും ആ വീട്ടിൽ താമസിച്ചിരുന്നു, ആ പെൺകുട്ടികളുടെ വീട്ടിൽ താമസിച്ചിരുന്നു. He saw one ഉണ്ണികൃഷ്ണൻ. ഒരു ഉണ്ണികൃഷ്ണൻ അവിടെ വരുന്ന അയാൾ കണ്ടിട്ടുണ്ട്. ഓൺ കുട്ടി മധു. ഉണ്ണികൃഷ്ണൻ വരുന്നതും കുട്ടി മധു വരുന്നതും ഷിബു വരുന്നതുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഷിബു അവിടെ താമസിക്കുന്ന ആളാണ്. വൺ പ്രദീപ് ആൻഡ് ഗ്രാൻഡ് മദർ ഓഫ് ദ വിക്ടിം നെയ്മിലി സരോജിനി ഇൻ ദ ഹൗസ് ഓഫ് ദ വിക്ടിം. ഒരു പ്രദീപും സരോജിനി എന്ന് വിളിക്കുന്ന ഒരു ഗ്രാൻഡ് മദറും എവിടെയുണ്ട്? ആ വീട്ടിലുണ്ട്. ദി അക്യൂസ്ഡ്, ദ ചിൽഡ്രൻ ഓഫ് ഭഗവതി and her relatives were all usually playing in the vacant land situated near the house of PW3. PW3യുടെ വീട്ടിൻ്റെ സമീപത്ത് അക്യൂസ്ഡ് ഈ വലിയ മധുവും ഭഗവതിയുടെ മക്കളും
സാധാരണയായി അവിടെ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവിടെ വേക്കൻറ്റ് ലാൻഡ് ഉണ്ട്, കൃഷിയൊന്നും ചെയ്യാത്ത ലാൻഡ് ഉണ്ട്, അവിടെ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ. അക്കോർഡിംഗ് ടു ദിസ് വിറ്റ്നസ്, ഈ PW3 അടിസ്ഥാനത്തിൽ വെദർ ഹി സാ ദ അക്യൂസ്ഡ് ഇൻ ദ ഹൗസ് ഓഫ് ഭഗവതി, ഭഗവതിയുടെ വീട്ടിലേക്ക് അക്യൂസിനെ കണ്ടിട്ടുണ്ടോ, ദ ഫാദർ ഓഫ് ദ ചിൽഡ്രൻ ആസ് വെൽ ആസ് ദെയർ ഫ്രണ്ട്സ് വെയർ ദെയർ ഇൻ ദ വിത്ത് ദം. ഈ പെൺകുട്ടിയെ എപ്പോഴൊക്കെയാണോ ഈ PW3 കണ്ടിട്ടുള്ളത് ആ സമയത്തൊക്കെ കുട്ടികളുടെ അച്ഛനും കൂട്ടുകാരുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കുട്ടി തനിച്ചവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ആര് പറഞ്ഞത്? PW3 പറഞ്ഞത്. PW4, ഹൂ ഈസ് നെയ്ബർ ഓഫ് ദ വിക്ടിം. PW4 എന്ന് പറയുന്നത് അയൽവാസിയാണ്, മരിച്ച പെൺകുട്ടിയുടെ അയൽവാസിയാണ്. ഡെപ്പോസ്ഡ് ദാറ്റ് ഹി ന്യൂ അബൌട്ട് ദ ഡെത്ത് ഓഫ് ദ ഗേൾ ഇൻ ഈവനിങ് ആഫ്റ്റർ റിട്ടേണിങ് ഫ്രം ഹിസ് വർക്ക് പ്ലേസ്. ജോലി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് പെൺകുട്ടിയുടെ മരണ വാർത്ത ഞാൻ അറിയുന്നത് എന്നാണ് PW4 പറയുന്നത്. ബട്ട് ദിസ് വിറ്റ്നസ് ഷുഡ് ഹോസ്റ്റൈൽ. അയാളും എന്ത് ചെയ്തു? കൂറുമാറി. ആൻഡ് ഡിനൈഡ് ഓൾ സ്റ്റേറ്റ്മെൻറ്റ് അലേജ്ഡ് മെയ്ഡ് ദ പോലീസ് ആൻഡ് എഫക്ട് ദ അക്യൂസ്ഡ് ഹാഡ് ബീൻ വിസിറ്റിംഗ് ദ ഹൗസ് ഓഫ് ദ ഗേൾ. ഈ വല്യമധു എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ വീട്ടിൽ സ്ഥിരമായി വരുമായിരുന്നു എന്ന് പോലീസിന് പറഞ്ഞ മൊഴി കോടതിയിൽ മാറ്റി പറഞ്ഞു. PW5 ആരാ? സ്റ്റെപ്പ് ഫാദർ ഓഫ് ദ ഗേൾ. ഇപ്പം സത്യാഗ്രഹ സമരം നടത്തുന്ന രണ്ടാനച്ഛൻ. ഡെപ്പോസ്ഡ് ദാറ്റ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ദ ഡെത്ത് ഓഫ് ദ വിക്ടിം ഹീസ് വാസ് റിസൈഡിങ് വിത്ത് ഹിസ് വൈഫ്, ഡോട്ടേഴ്സ്, സൺ, വൺ ഷിബു. ഷിബു എന്ന് പറയുന്ന ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കുട്ടിയും 2 പെൺമക്കളും ഭാര്യയുമായി ഞങ്ങൾ ആ വീട്ടിൽ താമസിക്കുകയായിരുന്നു. വൈൽ ഹി മാരീഡ് ദ മദർ ഓഫ് ദ വിക്ടിം. മരിച്ച പെൺകുട്ടിയുടെ മൂത്ത പെൺകുട്ടിയുടെ അമ്മയെ വിവാഹം കഴിക്കുമ്പോൾ ദ ഗേൾ വാസ് ഓൺലി 9 months. ആ സമയത്ത് ഈ 13 വയസ്സുള്ള തൂങ്ങി മരിച്ച പെൺകുട്ടിക്ക് ആകെ 9 മാസം മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ദ ഗേൾ കമ്മിറ്റഡ് സൂയിസൈഡ്. ശ്രദ്ധിക്കണം, അച്ഛൻ പറഞ്ഞത് എന്താണ്? ദ ഗേൾ കമ്മിറ്റഡ് സൂയിസൈഡ് എന്നാണ്. പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് PW5 ആയ സ്റ്റെപ്പ് ഫാദർ എന്ന് പറയുന്നയാൾ വളരെ വ്യക്തമായി പറയുവാണ്. എന്താണ്? പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന്. ബൈ ഹാങ്ങിങ് ഹേർസെൽഫ്. നോക്കൂ, ഹേർസെൽഫ് ഇൻ ദ ഹൗസ്. ദി അക്യൂസ്ഡ് ഇൻ ദ കേസ് ഈസ് ആൻ അങ്കിൾ സൺ ഓഫ് ദ വൈഫ് ഭഗവതി. ഭഗവതി എന്ന് പറയുന്ന മരിച്ചുപോയ പെൺകുട്ടികളുടെ അമ്മയുടെ അമ്മാവൻ്റെ മകനാണ് വല്യമധു എന്ന് പറയുന്ന അക്യൂസ്ഡ്. ദി അക്യൂസ്ഡ് ഈസ് ദ ഇൻ ദിസ് കേസ് ഈസ് ദ അങ്കിൾ സൺ ഓഫ് ഭഗവതി. ഇൻ ദ ഇയർ 2016, 2016 PW5 വാസ് ലെയ്ഡ് അപ്പ് ഇൻ ദ ഹൗസ് ഡ്യൂ ടു ഫ്രാക്ചർ ഓഫ് ദ ലെഗ്. ഇദ്ദേഹത്തിൻ്റെ രണ്ടാനച്ഛൻ്റെ കാലൊടിഞ്ഞുപോയി. ഫ്രാക്ചർ ഓൺ ഹിസ് ലെഗ്, ലെഫ്റ്റ് ലെഗ്, ഇടത് കാല് ഒടിഞ്ഞുപോയി. അതുകൊണ്ട് അദ്ദേഹം പണിക്കൊന്നും പോകാതെ വീട്ടിൽ കിടക്കുകയായിരുന്നു. ഫ്രാക്ചർ ഓൺ ദ ലെഗ്. ഓക്കെ. ഇറ്റ് വാസ് എ സ്കൂൾ വെക്കേഷൻ പീരീഡ്. അപ്പോൾ സ്കൂൾ അടച്ച സമയമാണ്. വൺ ഡേ, ഒരു ദിവസം. വെൻ ഹി കോൾ ദ ചിൽഡ്രൻ ഫോർ വാട്ടർ. അവിടെ കടന്നുകൊണ്ട് വെള്ളം വേണമെന്ന് മക്കളെ വിളിച്ചു. ദേ ഡിഡ് നോട്ട് റെസ്പോണ്ട്. അവർ മിണ്ടിയില്ല. Therefore PW5 reached up the window on their partly constructed house. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? എഴഞ്ഞ് ആ ജനലിൽ വരെ വന്നു. ആൻഡ് പീപ്ഡ് ഇൻസൈഡ്. ജനലിൽ കൂടെ എങ്ങോട്ട് നോക്കി? അകത്തേക്ക് നോക്കി. അറ്റ് ദ ടൈം ഹി സാ ദ അക്യൂസ്ഡ് ആൻഡ് ദ വിക്ടിം ഗേൾ ഇൻസൈഡ് ദ ഹൗസ്. ആ മരിച്ചുപോയ 13 വയസ്സുള്ള പെൺകുട്ടിയും പിന്നെ ആരും? ഈ വല്യമധുവും ആ വീട്ടിനകത്തുണ്ടായിരുന്നു. ദ അക്യൂസ്ഡ് വാസ് കമ്മിറ്റിംഗ് അൺനാച്ചുറൽ സെക്സ് ഓൺ ദ വിക്ടിം. ആ മരിച്ചുപോയ 13 വയസ്സുള്ള പെൺകുട്ടിയെ അൺനാച്ചുറൽ സെക്സ് ചെയ്യുന്നത് അച്ഛൻ കണ്ടു. ഓൺ സീയിങ് PW5, PW5നെ, അതായത് രണ്ടാനച്ഛനെ കണ്ടപ്പോൾ
The accused ran out from the house through the back door. പുറം വാതിലിലൂടെ വല്യമധു ഇറങ്ങി ഓടി. The victim told PW5 that the accused thereafter her that she tells the incident to her parents, accused would kill her. ഇത് ഇങ്ങനെ പലതവണ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നത് എന്ത് പറഞ്ഞാൽ അച്ഛനും അമ്മയോടും പറഞ്ഞാൽ വല്യമധു എന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞിരുന്നു എന്ന് പെൺകുട്ടി പറഞ്ഞു. PW was suffering from illness. ആ സമയം PW സുഖമില്ലായിരുന്നു. He could not to do anything against the accused. അക്യൂസ്ഡിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. When his wife returned, ശ്രദ്ധിക്കണം. When his wife returned, വൈഫ് എവിടെ പോയി? ജോലിക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ from her workplace, PW told all these facts to her. According to she called the sister of the father. The accused told the accused shall not come to the house. ഇവിടെ എന്തുവാ ചെയ്തേ? അമ്മയോട് പറഞ്ഞപ്പോൾ, അമ്മ ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എന്ത് ചെയ്തു? അവരെ മധുവിനെയും മധുവിൻ്റെ അച്ഛനെയും വിളിച്ചിട്ട് പറഞ്ഞു മേലാൽ വീട്ടിൽ കയറെന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടില്ല കേട്ടോ. After the death of the girl, it has come to the knowledge of PW5 from his younger daughter and from one Kutti Appu that the death of the girl, the accused come to their house. ഈ പെൺകുട്ടി മരിച്ച സമയത്ത് ഇളയ മകളിൽ നിന്നും കുട്ടി അപ്പുവിൽ നിന്നും അച്ഛൻ മനസ്സിലാക്കിയത് ഈ പെൺകുട്ടി മരിച്ച ദിവസം മധു വീട്ടിൽ വന്നിരുന്നു എന്നാണ്. Since the daughter was a minor, PW5 did not file a complaint against the accused before the police. ആ പെൺകുട്ടി ആയതുകൊണ്ട് മൈനർ ആയതുകൊണ്ടാണ് ഞാൻ അന്ന് ഈ അൺനാച്ചുറൽ സെക്സ് കണ്ടിട്ടും എന്ത് ചെയ്യാഞ്ഞത്? കേസ് കൊടുക്കാഞ്ഞത്. But after the death of the younger girl, he told all these facts to the police as well as before the magistrate. നോക്കൂ, പക്ഷേ രണ്ട് കുട്ടികളും മരിച്ചതിന് ശേഷം ഞാൻ പോലീസിനോടും മജിസ്ട്രേറ്റിനോടും ഇതെല്ലാം പറഞ്ഞിരുന്നു. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് 377 ചാർജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. PW6 എന്ന് പറഞ്ഞാൽ ആരാണ്? ഭഗവതി എന്ന് പറഞ്ഞാൽ അമ്മ. PW6 ഇത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഈ ഭാഗം. ഡിപ്പോസ്ഡ് ദാറ്റ് അവർ പറഞ്ഞത് ദ വിക്ടിം ഈസ് ഹെർ എൽഡർ ഡോട്ടർ ആൻഡ് ദ അക്യൂസ്ഡ് ഈസ് ഹെർ അങ്കിൾ സൺ. മരിച്ച പെൺകുട്ടി എൻ്റെ ആദ്യത്തെ മകളും കുറ്റ ആരോപിക്കപ്പെട്ടയാൾ എൻ്റെ മാമൻ്റെ മകനുമാണ്. ദ ഗേൾ ഹാഡ് സഫേർഡ് ഇൽ ട്രീറ്റ്മെൻറ്റ് ഫ്രം ദ അക്യൂസ്ഡ് ആൻഡ് വാസ് ഫോർ ദാറ്റ് റീസൺ ദ ഗേൾ കമ്മിറ്റഡ് സൂയിസൈഡ്. നോക്കൂ, അമ്മ പറഞ്ഞത് എന്താണ്? അക്യൂസ്ഡിൻ്റെ കയ്യിൽ നിന്ന് മോശം പ്രവൃത്തി ഉണ്ടായത് കൊണ്ട് എൻ്റെ മകൾ ആത്മഹത്യ ചെയ്തു എന്നാണ്. ഇപ്പം ആ അമ്മ പറയുന്നത് എൻ്റെ മകളെ കൊന്നതാണ്. ഞാൻ അന്ന് പോലീസിനോട് പറഞ്ഞിരുന്നു, കോടതിയിൽ പറഞ്ഞിരുന്നു, എനിക്ക് നീതി കിട്ടിയില്ല എന്നാണ്. നോക്കൂ, ജില്ലാ ജഡ്ജി എഴുതിയേക്കുന്ന വരികളാണിത്. നോക്കൂ, ദ ഗേൾ ഹാഡ് സഫേർഡ് ഇൽ ട്രീറ്റ്മെൻറ്റ് ഫ്രം ദി അക്യൂസ്ഡ് ആൻഡ് ഇറ്റ് വാസ് ഫോർ ദാറ്റ് റീസൺ ദ ഗേൾ കമ്മിറ്റഡ് സൂയിസൈഡ്. ബട്ട് ഷീ കം ടു നോ അബൌട്ട് ദ ഇൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ അക്യൂസ്ഡ് ഒൺലി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ഗേൾ. നോക്കൂ, വീണ്ടും പറഞ്ഞിരിക്കുന്നു, പെൺകുട്ടികൾ മരിച്ചതിന് ശേഷമാണ് ഞാനിത് അറിഞ്ഞത്. അപ്പോൾ നോക്കൂ, അതിൻ്റെ രണ്ടാനച്ഛൻ പറഞ്ഞതെന്താ? ജോലി കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു പെൺകുട്ടി മൈനർ ആയതുകൊണ്ടാണ് ഞങ്ങൾ പോലീസിൽ പറയാഞ്ഞത് എന്ന് അച്ഛൻ പറഞ്ഞ മൊഴിയെ ആര് തിരുത്തി? അമ്മ തിരുത്തി. മക്കൾ മരിച്ചതിന് ശേഷമാണ് ഞാനിത് അറിയുന്നത് എന്ന് തിരുത്തി പറഞ്ഞു. It was from the postmortem certificate she knew that the girl was subjected to sexual abuse. നോക്കൂ, ഞാൻ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷമാണ് എൻ്റെ കുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. It was from the postmortem certificate she knew that the girl was subjected to sexual abuse. Before that, അതിനു മുമ്പ് one day when she returned from the workplace, she saw the accused court to hold her breast. നോക്കൂ, എൻ്റെ മകളുടെ ബ്രസ്റ്റിൽ വലിയ മധു പിടിക്കുന്നത് ഞാൻ കണ്ടു. ഓഫ് ദ വിക്ടിം ഓഫ് ദെയർ പാർട്ടിലി കൺസ്ട്രക്റ്റഡ് ഹൗസ്.
പണി പകുതിയായ വീട്ടിൽ അവിടെ വെച്ച് എൻ്റെ മകളുടെ ബ്രസ്റ്റിന് പിടിക്കുന്നത് കണ്ടു. ഇറ്റ് വാസ് അബൌട്ട് 6 months പ്രയർ ടു ദ ഡെത്ത് ഓഫ് ദ ഗേൾ ആൻഡ് സെറ്റ് ദി ഇൻസിഡൻറ്റ്. മരിക്കുന്നതിന് മുമ്പ് 6 മാസം മുമ്പെയാണ് ഈ സംഭവം നടന്നത്. PW6 കോൾഡ് ദ അക്യൂസ്ഡ് ആൻഡ് റാൻ ഫ്രം ദ ഹൗസ്. PW6 എന്ന് പറഞ്ഞാൽ ആര്? അമ്മ വിളിച്ചപ്പോൾ മധു ഇറങ്ങി ഓടി വീട്ടിൽ നിന്ന്. ഇതാ ഇൻസിഡൻറ്റ് വാസ് ഹാപ്പൻഡ് 1 day പ്രയർ ടു ദ ഡെത്ത് ഓഫ് ദ ഇൻസിഡൻറ്റ് നറേറ്റഡ് ബൈ PW5. PW5 ഈ വിഷയം പറഞ്ഞതിൻ്റെ ഒരു ദിവസം മുമ്പെയാണ് ഞാൻ കണ്ടത്. ആ സമയത്തും എന്ത് ചെയ്തില്ല? ഇവരാരും പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തില്ല. Yet another day in the evening when PW6 came back to her house, she saw PW5 is crying. ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് തിരിഞ്ഞു വന്നപ്പോൾ രണ്ടാനച്ഛൻ കരയുന്നത് ഞാൻ കണ്ടു. ഓൺ എൻക്വയറിങ് അങ്ങനെ കരയുന്നത് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഓൺ എൻക്വയറിങ് ഹീ ടോൾഡ് ദാറ്റ്, ഈ രണ്ടാനച്ഛൻ എന്നോട് പറഞ്ഞു, വെൻ ഹീ കോൾഡ് ദ ഗേൾ ഫോർ വാട്ടർ, ഞാൻ മോളെ വെള്ളത്തിന് വേണ്ടി വിളിച്ചപ്പോൾ ഷീ ഡിഡ് നോട്ട് റെസ്പോണ്ട്, അവൾ എന്ത് ചെയ്യില്ല, വിളി കേട്ടില്ല. ആൻഡ് ഹെൻസ് ഹീ പീപ്ഡ് ഇൻസൈഡ് ദ ഹൗസ് ത്രൂ ദ വിൻഡോ, ഞാൻ വീട്ടിനകത്തേക്ക് ജനലിലൂടെ നോക്കിയപ്പോൾ അറ്റ് ദാറ്റ് ടൈം ഷീ സാ ദ അക്യൂസ്ഡ് വർ അബ്യൂസിങ് ദ ഗേൾ. നോക്കൂ, അവിടെയും അൺനാച്ചുറൽ ഒഫൻസ് എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, അബ്യൂസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്, ശല്യപ്പെടുത്തുന്നു എന്ന്. അബ്യൂസിങ് ദ ഗേൾ. ബട്ട് PW5 കുഡ് നോട്ട് ഡു എനിത്തിങ് ആസ് ഹി സാ നത്തിങ് ടു ഡു വെൽ. അയാൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഓൺ കമ്മിങ് ടു നോ ദിസ് ഇൻസിഡൻറ്റ്, ആ സംഭവം അറിഞ്ഞതിന് ശേഷം PW6 കോൺട്രാക്റ്റഡ് ദ അക്യൂസ്ഡ് ഓവർ ദ ഫോൺ. കോൺടാക്റ്റഡ്, ഫോണിൽ വിളിച്ചു. ഞാൻ എന്ത് ചെയ്തു? വലിയ മധുവിനെ ഫോണിൽ വിളിച്ചു, ഓവർ ദ ഫോൺ, ആൻഡ് ടോൾഡ് ഹിം നോട്ട് ടു കം ദ ഹൗസ്, വീട്ടിൽ വരരുതെന്ന് പറഞ്ഞു. ഷീ ഇൻഫോംഡ് ദ ഇൻസിഡൻറ്റ് ടു ഹെർ ആൻഡ് ഓൾസോ. എന്ത് പറഞ്ഞു? എന്നിട്ട് അവരുടെ ആൻറ്റിയോട് വിളിച്ചു പറഞ്ഞു. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹെർ യങ്ങർ ഡോട്ടർ PW6, അപ്പോൾ രണ്ടാമത്തെ കുട്ടി മരിച്ചപ്പോൾ അമ്മ എന്ത് ചെയ്തു? ടോൾഡ് ഓൾ ദീസ് ഫാക്ട് ടു ദ പോലീസ് ആസ് വെൽ ആസ് ദ മജിസ്ട്രേറ്റ്സ്. ഈ സംഭവങ്ങളെല്ലാം എവിടെ പറഞ്ഞു? മജിസ്ട്രേറ്റിനോട് പറഞ്ഞു. എന്നിട്ടും ഈ മൊഴി മൊത്തം നോക്കൂ, എൻ്റെ കുട്ടി മരിച്ചത് കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്ന് ഇവിടെ എങ്ങും പറഞ്ഞു കാണുന്നില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജിയുടെ ജഡ്ജിമെൻറ്റിൽ അച്ഛനും അമ്മയും കുട്ടി ആത്മഹത്യ ചെയ്തതാണ് അല്ലെങ്കിൽ മരിച്ചതാണ് എന്ന് പറഞ്ഞതല്ലാതെ, നോക്കൂ ഇവിടെ മുതൽ, എൻ്റെ കുട്ടി മരിച്ചത് കൊലപാതകത്തിലൂടെയാണ്, കൊലപാതകത്തിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ഇവിടെ എങ്ങും പറഞ്ഞ് കാണുന്നില്ല. ഓക്കെ. PW7 deposed that she is residing alone the house situated at the കള്ളക്കടവ്. PW7 പറഞ്ഞത് ഞാൻ കള്ളാൻകടവ് എന്ന സ്ഥലത്ത് താമസിക്കുന്നു. The accused in this case is her husband's younger brother's son. ഈ അക്യൂസ് എന്ന് പറയുന്ന ആൾ അവരുടെ ഭർത്താവിൻ്റെ ഇളയ സഹോദരൻ്റെ മകനാണ്. എന്നാ ദ മദർ ഓഫ് ദ വിക്ടിം ഈസ് ദ യങ്ങർ ഡോട്ടർ. മരിച്ച പെൺകുട്ടിയുടെ അമ്മ അവരുടെ യങ്ങർ ഡോട്ടറാണ്, ഇളയ മകളാണ്. ദേ ആർ റിസൈഡിങ് അറ്റ് ദ പ്ലേസ് കോൾഡ് സെൽവപുരം. അവർ രണ്ടുപേരും സെൽവപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ദ ഡോട്ടേഴ്സ് ഓഫ് ദ യങ്ങർ ഡോട്ടർ ആർ നൗ നോ മോർ. ഇളയ മകളുടെ പെൺമക്കൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ദോസ് ഗേൾസ് ലവ്ഡ് PW7. ഈ രണ്ട് പെൺകുട്ടികളും ഈ PW7നെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മയെ വളരെ കൂടുതൽ സ്നേഹിച്ചിരുന്നു. ആഫ്റ്റർ സ്കൂൾ അവേഴ്സ് ദ ഗേൾ യൂസ് ടു വിസിറ്റ് PW7. അമ്മയുടെ വീട്ടിലാണ് എന്ത് ചെയ്യുന്നത്? സ്കൂൾ കഴിഞ്ഞാൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ തന്നെ അവിടുന്ന് കൈവിട്ട് പോയി. എന്ത് കൈവിട്ട് പോയി? ഞങ്ങൾ സ്കൂൾ കഴിഞ്ഞ് വന്നാൽ വീട്ടിൽ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ഇവിടുന്ന് കൈവിട്ട് പോവുകയാണ്.
ദ ഗേൾസ് വെർ ഗോയിങ് ടു ഓൾ നെയ്ബേഴ്സ് ഹൗസസ്, ദ റിലേറ്റീവ്സ് ഹൗസസ്. അവരുടെ കുടുംബക്കാരൊക്കെ എവിടെയൊക്കെ ഉണ്ടോ ആ അയൽവശത്തുള്ള എല്ലാ വീടുകളിലും ഈ രണ്ട് പെൺകുട്ടികളും പോകുമായിരുന്നു. ദ ഹൗസ് ഓഫ് ദ അക്യൂസ് സിറ്റുവേറ്റസ് വെരി സെയിം കോമ്പൗണ്ട് ഓഫ് PW7 എന്ന് പറഞ്ഞാൽ അമ്മയുടെ വീട് നിൽക്കുന്ന കോമ്പൗണ്ടിലാണ് വലിയ മധുവിൻ്റെ വീട് എന്ന് പറയുന്ന കുറ്റ ആരോപിതൻ്റെ വീട് ഉള്ളത്. ദി അക്യൂസ്ഡ് വാസ് വിസിറ്റിംഗ് ദ ഹൗസ് ഓഫ് ദ വിക്ടിം. ഈ വലിയ മധു മരിച്ച പെൺകുട്ടികളുടെ വീട്ടിൽ പോകുമായിരുന്നു. ബട്ട് ദിസ് വിറ്റ്നസ് ടേൺഡ് ഹോസ്റ്റൈൽ. നോക്കൂ, അമ്മയുടെ അമ്മ ടേൺഡ് ഹോസ്റ്റൈൽ. പ്രോസിക്യൂഷനെതിരെ മൊഴി പറഞ്ഞു. ടു ദ പ്രോസിക്യൂഷൻ ആൻഡ് ഡിനൈഡ് ഹെർ സ്റ്റേറ്റ്മെൻറ്റ് അലേജ്ഡ് മെയ്ഡ് ദ പോലീസ് ടു എഫക്ട് ദാറ്റ് ദ came to know about the abusing the girl after her death, and she had seen the accused taking girls to her house for misbehaving the girl. നോക്കൂ, എന്തൊക്കെയാണ് മാറ്റി പറഞ്ഞത് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. നോക്കൂ, പ്രോസിക്യൂഷന് വേണ്ടി അമ്മയുടെ അമ്മ മാറ്റി പറഞ്ഞു. എന്തൊക്കെ മാറ്റി പറഞ്ഞു? അക്യൂസ്ഡ് ഈ പെൺകുട്ടികളെ അബ്യൂസ് ചെയ്യുന്നു എന്ന് പോലീസിനോട് പറഞ്ഞത് മാറ്റി പറഞ്ഞു. പിന്നെന്താ പറഞ്ഞേ? ഷീ ഹാഡ് സീൻ ദ അക്യൂസ്ഡ് ടേക്കിംഗ് ദ ഗേൾ ടു ഹിസ് ഹൗസ് ആൻഡ് മിസ്ബിഹേവിയറിങ് ദ ഗേൾ. ഈ പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അമ്മയുടെ അമ്മ പറഞ്ഞത് മാറ്റി പറഞ്ഞു. എവിടെ പറഞ്ഞു? ഇതാ കണ്ടോ. ബട്ട് ദിസ് വിറ്റ്നസ് ടേൺഡ് ഹോസ്റ്റൈൽ ടു ദ പ്രോസിക്യൂഷൻ ആൻഡ് ഡിനൈഡ് ഹെർ സ്റ്റേറ്റ്മെൻറ്റ് അലർജിലി made the police to the effect that she came to know about the abusing of the girl after her death. മരിച്ചതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഈ പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്ന്. ആൻഡ് ഷീ സീൻ ദ അക്യൂസ്ഡ് ടേക്കിംഗ് ദ ഗേൾ ടു ഹിസ് ഹൗസ് മിസ്ബിഹേവിങ് വിത്ത് ദ ഗേൾസ്. എടുത്തുകൊണ്ടുപോയി മോശം പ്രവൃത്തി ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് പോലീസിനോട് പറഞ്ഞത് കോടതിയിൽ മാറ്റി പറഞ്ഞു. ഓക്കെ, അത് PW8. Deposed that she was acquainted with the victim's girl from the childhood. PW8 എന്താ പറഞ്ഞത്? ഈ പെൺകുട്ടികളുടെ കുട്ടിക്കാലം മുതലേ എനിക്കറിയാം. Acquainted with the victim girl from her childhood. The house of PW7 is situated near the. എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മയാണ് PW7. അമ്മയുടെ വീടിൻ്റെ അടുത്താണ് PW8 താമസിക്കുന്നത്. She has been working at തൃശ്ശൂർ. ഞാൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? തൃശ്ശൂരിലാണ്. സം ഓഫ് ഹെർ ഡ്രസ്സസ് വെയർ ഗീവൺ ടു ദ വിക്ടിം ഇൻ ദിസ് കേസ്. ഈ കേസിലെ വിക്ടിമിന് കുറച്ച് ഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് ഓഫ് ഗീവിങ് ഡ്രസ്സസ് ഓഫ് ദ വിക്ടിം, വൺ ഡേ ദ ഗേൾ കെയിം ടു ഹെർ ഹൗസ് ആൻഡ് ആസ്ക്ഡ് PW8 ആസ്ക്ഡ് വെദർ ഷീ ക്യാൻ ഗീവ് സം ഇയർ സ്റ്റഡ് ടു ഹെർ. എനിക്ക് ചെവിയിൽ വെക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റഡ് തരാമോ എന്ന് ചോദിച്ചു. ഇയർ സ്റ്റഡ് കൊടുക്കാമോ എന്ന് PW8നോട് മരിച്ച പെൺകുട്ടി കുറച്ച് നാൾ മുമ്പേ ചോദിച്ചിരുന്നു. Thereafter the girl told PW8 that she has to tell something to her. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് മരിച്ച പെൺകുട്ടി PW8നോട് പറഞ്ഞിരുന്നു. The girl told that she is suffering pain on her rectal area, requested to PW8 for some medicine. അവിടെ റെക്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബ്രസ്റ്റിൻ്റെ ഭാഗം റെക്ടൽ ഏരിയ. പിന്നെ റെക്ടൽ ഏരിയ എന്ന് ശരിക്കും പറഞ്ഞാൽ മലദ്വാര ഭാഗമാണ് കേട്ടോ, ബ്രസ്റ്റിൻ്റെ ഭാഗമല്ല. അന്ന് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. റെക്ടൽ ഏരിയ, മലദ്വാര ഭാഗത്ത് കുറച്ച് വേദനയുണ്ട്, കുറച്ച് മെഡിസിൻ വേണമെന്ന് പറഞ്ഞു. PW8 told the girl to wash the area with warm water. നല്ല വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അവിടെ കഴുകണമെന്ന് പറഞ്ഞു. On the enquiry, she told that the accused in the case had done something on her and why she is suffering pain in the rectal area. ഈ മധു എന്ന് പറയുന്ന വലിയ മധു എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൾക്ക് അവിടെ വേദനിക്കുന്നത് എന്ന് പറഞ്ഞു. റെക്ടൽ ഏരിയ വേദനിക്കുന്നത്. വെൻ PW8 asked the girl as why she did not tell his parents, എന്തുകൊണ്ടാണ് പേരൻസിനോട് പറയാത്തത് എന്ന് ഈ PW8 ചോദിച്ചു.
The girl told that if she tells to her house parent will beat her, and her stepfather is not a good man. സ്റ്റെപ്ഫാദറും നല്ല മനുഷ്യനല്ല. അമ്മയോട് പറഞ്ഞാൽ അമ്മ അടിക്കും. അതുകൊണ്ടാണ് പറയാഞ്ഞത്. PW8 കൺസോൾഡ് ദ ഗേൾ ആൻഡ് സെൻഡ് ബാക്ക്. അവർക്ക് കുറച്ച് മെഡിസിനൊക്കെ കൊടുത്തിട്ട് ഉപദേശമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു വിട്ടു. ഓക്കെ, അതും എന്താണ്, പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു എന്ന് ഒരാൾ കോടതിക്ക് മുമ്പിൽ മൊഴി കൊടുത്തു. അവിടെ അൺനാച്ചുറൽ ഒഫൻസാണ്. PW9 ഈസ് വിറ്റ്നസ്. PW9 എന്ന് പറയുന്ന ഒരു വിറ്റ്നസ്സാണ്. ഹൂ ഹാസ് നൗ ഏജ്ഡ് ഓൺലി 15 years. അവൻ എത്ര വയസ്സേ ഉള്ളൂ? 15 വയസ്സേ. ഹി ഡെപ്പോസ്ഡ് ദാറ്റ് ഹി യൂസ് ടു പ്ലേ വിത്ത് ദ വിക്ടിം ആൻഡ് ഹെർ യങ്ങർ സിസ്റ്റർ. ഞാൻ ഈ 13 വയസ്സുള്ള പെൺകുട്ടിയോടും അതിന് 9 വയസ്സുള്ള അനിയത്തിയോടും കളിക്കാറുണ്ട്. ദെയർ ഹൗസ് ഈസ് സിറ്റുവേറ്റഡ് എബൌട്ട് 1 kilometer. എൻ്റെ വീട്ടിൽ നിന്ന് 1 kilometer അകലെയാണ് ഈ പെൺകുട്ടികളുടെ വീട്. ഓക്കെ, ഓൺ ദ ഡേ അറ്റ് നൂൺ ഹി വെൻറ്റ് ടു ദ ഹൗസ് ഓഫ് ദ വിക്ടിം ആൻഡ് പ്ലേഡ് വിത്ത് ഹെർ ആൻഡ് ഹെർ യങ്ങർ സിസ്റ്റർ. ഈ പെൺകുട്ടി മരിച്ച ദിവസം ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു. അതിനുശേഷം അവരുമായി ഞാൻ കളിച്ചിട്ട് പോയി എന്നാര് പറഞ്ഞു? PW9 പറഞ്ഞു. ഓക്കെ, at that time he saw the accused going near the house of the girl towards his house of one Kumar. കുമാർ എന്ന് പറയുന്നവരുടെ വീട്ടിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വലിയ മധു പോകുന്നത് ഞാൻ കണ്ടു. The accused used to play with them and on some occasion PW9 bring water to the accused from the house of the victim. പെൺകുട്ടിയുടെ വീട്ടിൽ പോയി PW9 ഈ മധുവിന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കും. ബട്ട് ഹി ഡിനൈഡ് ഹിസ് അലേജ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് അഗൻസ്റ്റ് ദി അക്യൂസ്ഡ് ടു ദ പോലീസ്. പക്ഷേ എന്ത് ചെയ്തു? കോടതിയിൽ ഇതെല്ലാം അവൻ എന്ത് ചെയ്തു? മാറ്റി പറഞ്ഞു. വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഹി ഡിനൈഡ് ഹിസ് അലേജ്ഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ എലിഗേഷൻ എല്ലാം എന്ത് ചെയ്തു? കോടതിയിൽ വന്നപ്പോൾ മാറ്റി പറഞ്ഞു. PW10 ഈസ് വർക്കിംഗ് ആസ് എ സെക്യൂരിറ്റി ഗാർഡ് അറ്റ് ദ പ്ലേസ് കോൾഡ് ഏലിപ്പാറ ഇൻ ദ ക്യാമ്പസ് ഓഫ് അഹാലിയ കോളേജ്. അഹാലിയ കോളേജിൻ്റെ ക്യാമ്പസിലെ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് PW10. ഹീ ഈസ് റിസൈഡിങ് അറ്റ് സെൽവപുരം നിയർ ദി ഹൗസ് ഓഫ് ദ വിക്ടിം. പെൺകുട്ടിയുടെ വീട്ടിൻ്റെ അടുത്താണ് അയാൾ താമസിക്കുന്നത്. ഹീ ഹാഡ് സീൻ ദ അക്യൂസ്ഡ് കമ്മിങ് ദ ഹൗസ് ഓഫ് ദ വിക്ടിം ഒക്കേഷണലി. വല്ലപ്പോഴുമൊക്കെ വലിയ മധു ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നത് അയാൾ കണ്ടിട്ടുണ്ട്. ഓൺ ദ ഡേറ്റ് ഓഫ് ദ ഡെത്ത് ഓഫ് ദ വിക്ടിം ഹീ വാസ് ദെയർ ഇൻ ഹിസ് ഹൗസ് ആൻഡ് ഹീ ഹാഡ് നൈറ്റ് ഡ്യൂട്ടി ഓൺ ദ ഡേ. അന്ന് പകൽ അയാൾ വീട്ടിലുണ്ടായിരുന്നു, അയാൾക്ക് അന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഓൺ ഹിയറിംഗ് ദ ക്രൈ ഓഫ് ദ യങ്ങർ ഡോട്ടർ ഓഫ് ദ ഭഗവതിയുടെ ഇളയ കുട്ടി എന്ന് പറഞ്ഞാൽ ആ മരിച്ചു പോയ ഇളയ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് അയാൾ അങ്ങോട്ട് ചെല്ലുന്നത്. ഹി വെൻ ദ ഹൗസ് ഓഫ് ദ വിക്ടിം അറ്റ് അബൌട്ട് 4:40 hours ആൻഡ് സാ ദ യങ്ങർ ഡോട്ടർ ഓഫ് PW6 ഹാങ്ങിങ് ഇൻ ദാറ്റ് പൊസിഷൻ. യങ്ങർ ഡോട്ടർ, കൊച്ചുകുട്ടി അവിടെ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടതെന്നാണ് പറയുന്നത്. ഇതിപ്പം വലിയ കുട്ടിയെക്കുറിച്ചല്ല അവിടെ പറയുന്നത് കേട്ടോ. യങ്ങർ ഡോട്ടർ ഓഫ് PW6 ഈസ് ഹാങ്ങിങ് പൊസിഷൻ. അപ്പോൾ യങ്ങർ കുട്ടി മരിച്ചതിനെക്കുറിച്ച് അവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ 4:40 ഞാൻ ചെന്നപ്പോൾ ചെറിയ കുട്ടി, എൽഡർ എന്നല്ല പറഞ്ഞത്, യങ്ങർ എന്നാണ് പറഞ്ഞിരുന്നത്. ചെറിയ കുട്ടി തൂങ്ങി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ തൂങ്ങി നിൽക്കുന്നതാണ് ആര് കണ്ടത്? വാച്ച്മാൻ കണ്ടത്, കൊല്ലുന്നത് കണ്ടിട്ടില്ല. മറ്റേയാൾ അന്ന് അവിടെ പോകുന്നത് കണ്ടതായിട്ടും പറയുന്നില്ല. ചില ദിവസങ്ങളിലൊക്കെ മധു അവിടെ പോകുന്നുണ്ടായിട്ട് എനിക്കറിയാം എന്നാണ് പറയുന്നത്. ദിസ് വിറ്റ്നസ് ഓൾസോ ടേൺഡ് ഹോസ്റ്റൽ. നോക്കൂ, ആ സാക്ഷിയും എന്ത് ചെയ്തു? കൂറുമാറി. ടു ദ പ്രോസിക്യൂഷൻ ആൻഡ് ഡിനൈഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അലേജ്ഡ് മെയ്ഡ് ദ പോലീസ് ഹി കെയിം ടു നോ ഫ്രം ദ യങ്ങർ സിസ്റ്റർ ഓഫ് ദ വിക്ടിം PW9 ആൻഡ് ദ ഡെത്ത് ഓഫ് ദ വിക്ടിം ഈസ് അക്യൂസ്ഡ് ഹാഡ്
കം ടു ദ ഹൗസ് ഓഫ് ദ വിക്ടിം. നോക്കൂ, ഇളയ കുട്ടിയിൽ നിന്നാണ് ഞാൻ അറിയുന്നത് മധു വീട്ടിൽ ചെല്ലുന്നത്. അല്ലാതെ അയാൾ കണ്ടിട്ടുണ്ടെന്ന് അയാൾ പോലീസിനോട് പറഞ്ഞ മൊഴി കോടതിയിൽ വെച്ച് മാറ്റി പറഞ്ഞു. ഓക്കെ, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 1 മുതൽ 10 വരെയുള്ള സാക്ഷികൾ പറഞ്ഞ മൊഴികളെല്ലാം മാറ്റി പറഞ്ഞു. 5ഉം 6ഉം എന്ന് പറഞ്ഞ അച്ഛനും അമ്മയും പറഞ്ഞ മൊഴി, അച്ഛൻ പറഞ്ഞ മൊഴി അമ്മ തിരുത്തി പറഞ്ഞു. മാത്രമല്ല, ഈ മൊഴിയിൽ പറഞ്ഞ ആരും പെൺകുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്ന് അച്ഛനും പറഞ്ഞിട്ടില്ല, അമ്മയും പറഞ്ഞിട്ടില്ല, അവർ പോലും പറഞ്ഞിട്ടില്ല. PW Inevan deposited that residing near to the house of PW7, ഞാൻ PW7ൻ്റെ അടുത്താണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മ. ദ ഹൗസ് ഓഫ് ദി അക്യൂസ്ഡ് ഓൾസോ സിറ്റുവേറ്റഡ് ടു ദ PW7, അമ്മയുടെ വീടിൻ്റെ അടുത്താണ് മധുവിൻ്റെ വീട്. ഹീ ഹാഡ് സീൻ ദ വിക്ടിം ആൻഡ് ഹെർ യങ്ങർ സിസ്റ്റർ കമ്മിങ് ടു ദ ഹൗസ് ഓഫ് PW7. PW7 എന്ന് പറഞ്ഞാൽ അമ്മയുടെ വീട്ടിലേക്ക് ഈ 2 പെൺകുട്ടികളും വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ദ അക്യൂസ്ഡ് പ്ലേയിങ് വിത്ത് ദം, ഈ മധു ആ പെൺകുട്ടികളോടൊപ്പം കളിക്കുന്നതും കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. PW12 ഐഡൻറ്റിഫൈഡ് ഹിസ് സിഗ്നേച്ചർ. സീൻ മഹസറിൽ PW12 ഒപ്പിട്ടിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ട്, അതിലൊരു കാര്യമില്ല. PW13 ഡെപ്പോസ്ഡ് ദാറ്റ് ഹീ ഈസ് റണ്ണിങ് ഫോട്ടോ സ്റ്റുഡിയോ, ഞാൻ സ്റ്റുഡിയോ നടത്തുകയാണ്. ചന്ദ്രപുരം വാളയാറിലാണ് സ്റ്റുഡിയോ നടത്തുന്നത്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പെൺകുട്ടികൾ തൂങ്ങി നിൽക്കുന്ന ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്, അതിലും വലിയ കഥയൊന്നുമില്ല. PW4 സീരീസ് ഓഫ് ഫോട്ടോ, PW5 CD ഓഫ് ഫോട്ടോ ഈസ് മാർക്ക്ഡ് ത്രൂ ദ വിറ്റ്നസ്. ഞാൻ എടുത്ത ഫോട്ടോയാണ്, ഇത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് മാർക്ക് ചെയ്തു. PW14 ഡെപ്പോസ് ദാറ്റ് വൈൽ വർക്കിംഗ് ആസ് ദ ഹെഡ് മാസ്റ്റർ ഓഫ് ദ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കഞ്ഞിക്കോട്. PW14 ആരാണ്? കഞ്ഞിക്കോട് സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. ഹി ഹാൻഡ് ഓവർ ദ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്റർ. എന്തിനാ? പെൺകുട്ടിക്ക് 13 വയസ്സാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ് ആരെ? ഹെഡ് മാസ്റ്ററെ. അത് എന്താണ്? പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടില്ല എന്ന് കാണിക്കാൻ. ആസ് ദ സെഡ് ഡോക്യുമെൻറ്റ് ദ ഡേറ്റ് ഓഫ് ബർത്ത് ഈസ് ഐഡൻറ്റിഫൈഡ്. ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ്? 14/9/2004 ആണെന്ന് കോടതിക്ക് മനസ്സിലായി, അതിലും വലിയ കാര്യമൊന്നുമില്ല. PW15 ഐഡൻറ്റിഫൈഡ് ഹിസ് സിഗ്നേച്ചർ. PW7 സീസ് മഹസർ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്റർ ഹാൻഡഡ് ഓവർ ടു ഹിം ദ പോലീസ്. അതിലും വലിയ കാര്യമൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ഒപ്പ് കണ്ടുപിടിച്ചു, മഹസർ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട് എന്ന് മാത്രമേ അവിടെ പറയുന്നു. ഓക്കെ, PW16 ഐഡൻറ്റിഫൈഡ് ഹിസ് സിഗ്നേച്ചർ, അതും സീൻ മഹസറിൽ ഒപ്പിട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. PW17 ഐഡൻറ്റിഫൈഡ് സിഗ്നേച്ചർ. സീൻ മഹസറിൽ PW17 ഒപ്പിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഹിസ് വിറ്റ്നസ് ദ ഡ്രസ് വെയർ സീസ്ഡ് ഫ്രം ദ ഹൗസ് ഓഫ് ദി അക്യൂസ്ഡ്. ഈ അക്യൂസ്ഡിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഡ്രസ്സുകൾ കണ്ടെടുത്തിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. PW18 ഡിപ്പോസിറ്റ് ദാറ്റ് വൈൽ വർക്കിംഗ് ആസ് ആൻ അസിസ്റ്റൻറ്റ് സർജൻ. PW18 അത് വളരെ വൈറ്റലായ സാധനമാണ് കേട്ടോ. PW18 പറഞ്ഞത്, ഞാൻ അസിസ്റ്റൻ്റ് സർജനായി പാലക്കാട് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. 14/7/2014 അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഷീ കണ്ടക്റ്റഡ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ഓഫ് ദ വിക്ടിം. ഈ 13 വയസ്സുള്ള പെൺകുട്ടി മരിച്ചതിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഞാനാണ്. PW10 എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റാണ്. ഷീ ഗേവ് ദ ഒപ്പീനിയൻ ദാറ്റ് ദ പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ് വെർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് ദ ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ്. തൂങ്ങി മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. തൂങ്ങി മരണപ്പെട്ടു, കെട്ടിത്തൂക്കി എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, തൂങ്ങി മരണം സംഭവിച്ചു എന്ന് പറയും. PW19 ഡെപ്പോസിറ്റ് ദാറ്റ് ഹി വിറ്റ്നസ് ദ പ്രൊഡക്ഷൻ ഓഫ് റേഷൻ കാർഡ്. റേഷൻ കാർഡ് കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓഫ് ദ അക്യൂസ്ഡ് ബൈ ബ്രദർ ഓഫ് ദി അക്യൂസ്ഡ് ഓഫ് ദ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് ദി സൈൻഡ് ദ വിറ്റ്നസ്. സീസർ മഹസൽ റേഷൻ കാർഡ് കണ്ടുപിടിച്ചു, ഞാൻ ഇന്ന വീട്ടിലുള്ള ആളാണ്. ഹി ഫർദർ ഐഡൻറ്റിഫൈ സിഗ്നേച്ചർ. PW10 സീസർ മഹസൽ ഫോട്ടോഗ്രാഫ്. ഫോട്ടോഗ്രാഫിൽ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. CD ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോഗ്രാഫ് എടുത്തത് ഞാൻ കണ്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതിനകത്ത് PW20 ഡെപ്പോസിറ്റ് ദാറ്റ് വൈൽ വർക്കിംഗ് ആസ് എ ടീം മെമ്പർ ഓഫ് ദ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. സോജനോടൊപ്പം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ പങ്കെടുക്കുമ്പോൾ ഹി സൈൻഡ് ആസ് ദ വിറ്റ്നസ് എന്ന് എക്സിബിറ്റ് P14 സീസർ മഹസർ. സീസർ മഹസറിൽ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. കളക്റ്റഡ് ബൈ ദ അക്യൂസ്ഡ്
അക്യൂസ്ഡിൻ്റെ മെറ്റീരിയൽ കളക്ട് ചെയ്തതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ബ്ലഡ് സാമ്പിൾ ഓഫ് ദ വിക്ടിം, മരിച്ച പെൺകുട്ടിയുടെ ബ്ലഡ് സാമ്പിളും കളക്ട് ചെയ്തതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 21 deposed that while working as a scientific assistant in the regional forensic laboratory തൃശ്ശൂർ, ഞാൻ എവിടെ വർക്ക് ചെയ്യുന്നു? റീജിയണൽ ഫോറൻസിക് ലബോറട്ടറി തൃശ്ശൂരിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. 9/3/2017 ഹി വിസിറ്റഡ് ദ പ്ലേസ് ഓഫ് ഒക്കറൻസ്, ഞാൻ മരണം നടന്ന സ്ഥലം സന്ദർശിച്ചു. ഇൻ ദിസ് കേസ് ആൻഡ് കളക്റ്റഡ് ദ മെറ്റീരിയൽ ഒബ്ജക്റ്റ്, ചില സാധനങ്ങൾ ഞാൻ അവിടെ നിന്ന് ശേഖരിച്ചു. ദേ വെയർ പാക്ഡ്, സീൽഡ്, ലേബൽഡ്, ഹാൻഡ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വിത്ത് സ്പെസിമെൻ സീൽ, ഞാൻ സീല് വെച്ചുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അത് കൈമാറി. ദ ഐറ്റം കളക്റ്റഡ് 21 വെയർ നോട്ടഡ് ആസ് എക്സ്പിറ്റ് P16 സീസർ മഹസർ മാർക്കിംഗ് ത്രൂ ഹിസ് വിറ്റ്നസ്, ആ വിറ്റ്നസ്സിലൂടെ സീസർ മഹസർ മാർക്ക് ചെയ്തു. അവിടെ അത്രേ പറഞ്ഞിട്ടുള്ളൂ. അത് എന്ത് ആണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല, അതൊക്കെ താഴെ പറയുന്നു. PW22 ഐഡൻറ്റിഫൈ സിഗ്നേച്ചർ സീസർ മഹസർ ആൻഡ് സാമ്പിൾ ഹാൻഡ് ഓവർ ടു എക്സ്പിറ്റ് P21 സീസർ മഹസർ, സാമ്പിൾ കളക്ട് ചെയ്തതിൽ ഞാൻ 22 ആയിട്ട് ഒപ്പിട്ടിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. P23 deposed that while working as a village officer Puduseri East Village, he inspected the place of occurrence in the case and prepared exhibit P7 സീസർ മഹസർ, ഞാൻ വില്ലേജ് ഓഫീസറാണ്, ഞാൻ അവിടെ ചെന്ന് സീസർ മഹസറും പ്ലാനും ഒക്കെ തയ്യാറാക്കി കൊടുത്തു. ഹി ഫർദർ വിസിറ്റ് ദ ഹൗസ് ഓഫ് ദി അക്യൂസ് ആൻഡ് പ്രിപ്പയർഡ് സീൻ മഹസർ, അടുത്തത് സീൻ മഹസറും ഞാൻ പ്രിപ്പയർഡ് തയ്യാറാക്കി കൊടുത്തു. He identified P19 as a relationship certificate given by showing the relation between accused and the victim. അക്യൂസ്ഡും വിക്ടിമും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ഞാനാണ് തയ്യാറാക്കി കൊടുത്തത്. He deposed that accused is the son of the victim's mother paternal uncle. മരിച്ച പെൺകുട്ടിയുടെ അമ്മയുടെ അങ്കിളിൻ്റെ മകനാണ് ഈ അക്യൂസ്ഡ് എന്ന് പറഞ്ഞു. He identified exhibit P20 as an income certificate of the mother of the victim issue. അമ്മയുടെ ഇൻകം സർട്ടിഫിക്കറ്റും വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്തതാണ് എന്ന് പരിശോധിച്ച് ബോധ്യപ്പെട്ടു. എക്സ്ബിറ്റ് PW24 24 സാക്ഷി പറഞ്ഞത്, വൈൽ വർക്കിംഗ് ആസ് എ സെക്രട്ടറി ഓഫ് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത്, പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഹി ഇഷ്യൂഡ് 21 ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഓഫ് ദി ബിയറിംഗ് 21,666, 21,666 എന്ന് പറയുന്ന വീട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. ഞാൻ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അത് ഭഗവതിയുടെ വീടാണ് എന്ന് പറഞ്ഞു. എക്സ്ബിറ്റ് P22 ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഓഫ് ദ ഹൗസ് 12/242 വിച്ച് സ്റ്റാൻഡ് ദ നെയിം ഓഫ് 1 വാലി SC കോളനി കല്ലങ്കടവ് ഒറ്റപ്പാലം എന്നതാണ് ആ വീടിൻ്റെ അഡ്രസ്സ് എന്നും പറഞ്ഞു. PW25 deposed that while working as a woman civil police officer, Walayar police station, he instructed the sub-inspector she record the statement of some witness in the case. ഞാൻ അവിടുത്തെ വനിതാ പോലീസാണ്, ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 26 പറഞ്ഞത്, while working as assistant surgeon of the hospital, പാലക്കാട്, he examined the accused and his case of 10/3/2007 and issued exhibit P23 സർട്ടിഫിക്കറ്റ്. P23 സർട്ടിഫിക്കറ്റ് വിക്ടിമിനെ അല്ല അക്യൂസ്ഡിനെ മധുവിനെ ഞാൻ പരിശോധിച്ചു. അയാൾക്ക് ലൈംഗിക ഉദ്ധാരണ ശേഷി ഉണ്ടോ എന്നാണ് പരിശോധിച്ചത്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓൺ ദെയർ സെയിം ഡേ ഹി കളക്റ്റഡ് ദ സാമ്പിൾ DNA പ്രൊഫൈലിംഗ് ഹാൻഡഡ് ഓവർ ടു ദ പോലീസ്. ഞാൻ DNA ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ചില സാമ്പിളുകളും കളക്ട് ചെയ്തു, ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവിടെ പറഞ്ഞത്. ഇപ്പോൾ 27 deposed that while working as additional sub-inspector of police in Walayar police station 13/1/2017 about 6 PM PW1 ഉണ്ണികൃഷ്ണൻ appeared in the police station and give first impression statement. അപ്പോൾ അവിടെ പറഞ്ഞത് P1 വന്നു, എനിക്ക് പെൺകുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് എന്നാണ് ആര് പറഞ്ഞത്? P27 പറഞ്ഞത്. പക്ഷേ P1 പറഞ്ഞ പോലീസിന് കൊടുത്ത മൊഴികളെല്ലാം P1 കോടതി നിഷേധിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മുമ്പേ കേട്ടു. P28 എന്താ പറഞ്ഞേ? ഡെപ്പോസ് ദാറ്റ് വൈൽ വർക്കിംഗ് ആസ് എ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഇൻ ദ വാളയാർ പോലീസ് സ്റ്റേഷൻ 14/1/2017 ഹി ടുക്ക് ദ ചാർജ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ കേസ്, വിസിറ്റ് ദ പ്ലേസ് ഓഫ് ഒക്കറൻസ് ആൻഡ് കണ്ടസ്റ്റഡ് ഇൻക്വസ്റ്റ്. ഹി properties seized in the inquest and produced before the court as exhibit P25
property list and identified MO1 churidar top and M2 as the petticoat, M3 as bottom of the churidar and the underwear, and MO5 shawl as well as ligature of the series of samples collected from using the സെൽ ഫോൺ ടേപ്പ്. സെൽ ഫോൺ ടേപ്പിൽ കളക്ട് ചെയ്ത ഈ കാര്യങ്ങളെല്ലാം ഞാൻ മരണവിവരം അറിഞ്ഞുകൊണ്ട്, അതായത് FIR ഇട്ടു. അതിനുശേഷം ഞാൻ അവിടെ പോയി സ്ഥലം കണ്ടു, കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തു. ആ കാരണങ്ങളാണ് ഇതെല്ലാം. ഏതാ? ഒന്ന് ചുരിദാറ് കളക്ട് ചെയ്തു, പെൺകുട്ടി, മരിച്ച പെൺകുട്ടിയുടെയാണ്. പെറ്റിക്കോട്ട് കളക്ട് ചെയ്തു. ബോട്ടം ഓഫ് ചുരിദാറ് എന്ന് പറഞ്ഞാൽ എൻ്റെ കാലായിരിക്കും. അണ്ടർവെയർ കളക്ട് ചെയ്തു, ഷാള് കളക്ട് ചെയ്തു. അങ്ങനെ ഞാൻ അവിടുന്ന് കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെയാണ് ഇത് എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. PW29 deposed that while working as the Circle Inspector of Police, Hemambika Nagar, he was holding the additional charge of Kasaba Circle. ഇനി കസബ സർക്കിളിൻ്റെ അഡീഷണൽ ചാർജ് ഉണ്ടായതുകൊണ്ട് ആസ് പെർ ദ ഓർഡർ ഓഫ് ദ അസിസ്റ്റൻറ്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് പാലക്കാട്, ഹീ ടുക്ക് ദ ചാർജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ദ കേസ്. രണ്ടാം ഘട്ട ചാർജ് എടുത്തതാണ് ആരാ? സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഇമ്മീഡിയറ്റ്ലി ഹി വിസിറ്റ് ദ പ്ലേസ് ഓഫ് ഒക്കറൻസ് ആൻഡ് പ്രിപ്പയർഡ് എക്സ്പെക്ട് P3 സീൻ മഹസർ. ഹി റെക്കോർഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പേരൻസ്. നോക്കൂ, പേരൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തു. ആരാണ്? സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, സോജനല്ല. പേരൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം റെക്കോർഡ് ചെയ്തത് സോജനല്ല. ആരാണ്? സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസാണ്. രണ്ടാമത് സീൻ മഹസർ വിറ്റ്നസിനെ ചോദ്യം ചെയ്തു. സബ്സിക്വൻ്റ്ലി ഫയൽഡ് എക്സ്പെക്ട് P24 റിപ്പോർട്ട് ആൻഡ് വോൾട്ടർ 173 CRPC ഇൻറ്റു 376. റേപ്പ് നടന്നിട്ടുണ്ട് എന്നും അൺനാച്ചുറൽ ഒഫൻസ് നടന്നിട്ടുണ്ട് എന്നും 306 IPC പ്രകാരം കുറ്റം ചെയ്തിട്ടുണ്ട് എന്നും ചാർജ് ചെയ്യുന്നത് സർക്കിൾ ഇൻസ്പെക്ടറാണ്, സബ് ഇൻസ്പെക്ടർ അല്ല. ഓക്കെ. അടുത്തത് പറയുന്നു, പോക്സോ പ്രകാരം 5 പ്രകാരവും 6 പ്രകാരവും കുറ്റം നടന്നിട്ടുണ്ട് എന്നും FIR ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് സർക്കിൾ ഇൻസ്പെക്ടറാണ്, സബ് ഇൻസ്പെക്ടർ അല്ല. ഓക്കെ. അതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ്. സെക്ഷൽ ആക്ട് പ്രകാരം ഈ വകുപ്പുകളും IPC പ്രകാരം ഈ വകുപ്പുകളും CRPC പ്രകാരം ഈ വകുപ്പുകളും ചേർത്തു. On the very same day, he took a step to transfer the case record to the court of sub-divisional magistrate. Then he recorded the statement of police surgeon on some other witness. പോലീസ് സർജൻ്റെ മൊഴിയും സർക്കിൾ ഇൻസ്പെക്ടർ റെക്കോർഡ് ചെയ്തു. ഇതെല്ലാം എവിടെ കൊണ്ട് കൊടുത്തു? സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് കൊടുത്തു. RDOക്ക് ഹാൻഡ് ഓവർ ചെയ്തു എന്നാണ് പറഞ്ഞത്. അടുത്തത് എക്സ്പെക്ട് P30 PW30 ഏറ്റവും അവസാനത്തെ സാക്ഷി. PW30 ഡെപ്പോസിറ്റ് ദ വർക്കിംഗ് സൂപ്രണ്ട് പോലീസ് ഓഫ് നർക്കോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ സോജൻ. P27 നോട്ട് ഓഫ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കേസ് ഏറ്റത്. ഹീ ടുക്ക് ചാർജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ കേസ്. 9/3/2017 ഞാൻ ചാർജ് എടുത്തത്. ഓൺ ദ സെയിം ഡേ ഹീ വിസിറ്റ് ദ പ്ലേസ് ഓഫ് ഒക്കറൻസ് വിത്ത് ദ അസിസ്റ്റൻറ്റ് സയൻറ്റിഫിക് ഓഫീസർ ഓഫ് റീജിയണൽ ഫോറൻസിക് ലബോറട്ടറി. റീജിയണൽ ഫോറൻസിക് ലബോറട്ടറിയിലെ അസിസ്റ്റൻറ്റ് സർജനെയും കൊണ്ടാണ് ഞാൻ പോയത്, സയൻറ്റിഫിക് ഓഫീസറെയും കൊണ്ടാണ് പോയത്. ആൻഡ് കളക്ടഡ് 31 ഐറ്റംസ്, 31 സാധനങ്ങൾ ഞാൻ കളക്ട് ചെയ്തു. ഓൺ ദ വെരി സെയിം ഡേ 5 PM ഹി ക്വസ്റ്റ്യൻഡ് ദ അക്യൂസ്ഡ് ഫ്രം ദ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കസബ ആൻഡ് അറസ്റ്റഡ് ഹിം ബൈ പ്രിപ്പയറിംഗ് 28 അറസ്റ്റ് മെമ്മോ. അറസ്റ്റ് മെമ്മോ പ്രിപ്പയർ ചെയ്തത് ഞാനാണ് ആരെ അറസ്റ്റ് ചെയ്തത്? രണ്ടാമത് അറസ്റ്റ് ചെയ്തത്. 29 ഇൻസ്പെക്ഷൻ മെമ്മോ ആൻഡ് 30 അറസ്റ്റ് മെമ്മോ. അറസ്റ്റ് മെമ്മോയും ഇൻസ്പെക്ഷൻ മെമ്മോയും ഞാൻ തയ്യാറാക്കി. Then he filed Exhibit P31 report, alter the penal provision. P32 reporting incorporating full name and address of the accused. എന്നിട്ട് ചെയ്തെന്തു ചെയ്യാൻ? ഞാൻ ഫുൾ നെയിമും അഡ്രസ്സും ഓഫ് ദി അക്യൂസ്ഡ് രേഖപ്പെടുത്തി. He took the step to conduct potency examination of the accused. അക്യൂസ്ഡിന് ലൈംഗിക ഉദ്ധാരണ ശേഷി ഉണ്ടോ എന്ന് പരിശോധിച്ചത് ഞാനാണ്. അത് പൊട്ടൻസി, അതിനെ പറയുന്ന പേര് പൊട്ടൻസി എന്നാണ് കേട്ടോ. പൊട്ടൻസി എക്സാമിനേഷൻ. And collect a sample of DNA profiling and procedures to seize the properties before the court as Exhibit P3 property list. കോടതിയിൽ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു. അത് P33 പ്രോപ്പർട്ടി ലിസ്റ്റാണ്.
On 11/3/2017, as pointed out by PW6, he prepared Exhibit P18 Seen Mahasar. PW6 എന്ന് പറഞ്ഞാൽ ആരാണ്? അമ്മയാണ്. അമ്മ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സീൻ മഹസർ തയ്യാറാക്കി. ആ പെൺകുട്ടി മരിച്ച സ്ഥലത്തിൻ്റെ സീൻ മഹസർ തയ്യാറാക്കി. 15/3/2020 അക്യൂസ്ഡ് കൺഫസ് ദ ഗിൽറ്റ്, നെയിം ദ സ്റ്റേറ്റ്മെൻറ്റ്. നോക്കൂ, മധു കൺഫഷൻ നടത്തിയെന്ന്. ഞാൻ കുറ്റം ചെയ്തുവെന്ന് മധു സമ്മതിച്ചു. അതാണ് കൺഫഷൻ. ദ ഗിൽറ്റ് ആൻഡ് ഗേവ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് ഹി വിൽ ഷോ ദ റൂം ആൻഡ് ഡ്രസ്. എന്നെ അവിടെ കൊണ്ടുപോയാൽ ഞാൻ റൂമും ഡ്രസ്സും ഒക്കെ കാണിക്കാമെന്ന് അയാൾ പറഞ്ഞു. അക്കോർഡിംഗ്ലി ആസ് ലെഡ് ബൈ ദ അക്യൂസ്ഡ് and he went the house of the accused and seized the clothes alleged with the worn by the accused at the time of confession, commission of the offense. ഞാൻ കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഏത് വസ്ത്രമാണ് ധരിച്ചിരുന്നത് എന്ന് എനിക്കറിയാം, ഞാനത് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ജയിലിൽ നിന്ന് ആരെ കൊണ്ടുപോയി? മധുവിനെ വീട്ടിൽ കൊണ്ടുപോയി. മധു കാണിച്ചു കൊടുത്ത സാധനങ്ങളെല്ലാം ഇയാൾ സീസ് ചെയ്തു. സീസർ മഹസർ. റെലവൻറ്റ് പോർഷൻ ഓഫ് ദ കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അയാൾ കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ ഭാഗം. പിന്നെ PW13 ഐഡൻറ്റിഫൈഡ് MO78 ലുങ്കി. ആരുടെ? മധുവിൻ്റെ ലുങ്കി. ഫുൾ സ്ലീവ് ഷർട്ട്. MO10 ടീഷർട്ട്. അത് ഷർട്ടും ടീഷർട്ടും ധരിച്ചിരുന്നു. അണ്ടർവെയർ, അദ്ദേഹം ധരിച്ചിരുന്ന അണ്ടർവെയർ ആരാ? മധു. അതെല്ലാം ഇദ്ദേഹം കസ്റ്റഡിയിലെടുത്തു. PW30 കളക്ടഡ് സ്കൂൾ അഡ്മിഷൻ രജിസ്റ്റർ ആൻഡ് സ്കൂൾ വെയർ ദ വിക്ടിം സ്റ്റഡീഡ് ആൻഡ് റിലീസ് ദ ഹെഡ് മാസ്റ്റർ. ഓക്കെ, അവിടെ വിക്ടിം പെൺകുട്ടി പഠിച്ച സ്ഥലത്തെ സ്കൂൾ രജിസ്റ്റർ ഇമ്പൗണ്ട് ചെയ്തു. ഹി എഗെയിൻ ഫയൽ ദാറ്റ് P33 റിപ്പോർട്ട് ടു ആൾട്ടർ ദ പീനൽ പ്രൊവിഷൻ. P36 എന്ന് പറഞ്ഞ വേറൊരു റിപ്പോർട്ട് ഫയൽ ചെയ്തു. എന്നിട്ട് ആ പീനൽ പ്രൊവിഷനൊക്കെ എന്ത് ചെയ്തു? കുറച്ച് സെക്ഷൻ ആഡ് ചെയ്തു. ദ റേഷൻ കാർഡ് സീസ് ചെയ്തു. P13 ഫയൽഡ് എക്സ്പെക്ട് P10 റിപ്പോർട്ട് ആൻഡ് പീനൽ പ്രൊവിഷൻ. വീണ്ടും വകുപ്പുകൾ മാറ്റി. On completion of investigation, he laid the final report against the accused. അക്യൂസിനെതിരെ ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്തു. P39 റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റും ഫയൽ ചെയ്തു. ആൻഡ് ഓൾസോ മാർക്ക്ഡ് ത്രൂ എക്സ്പിറ്റ് P30. ആ PW30 എന്ന് പറഞ്ഞാൽ സോദൻ വഴി ഇത്രയും സാധനങ്ങൾ മാർക്ക് ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ 55 പേജുള്ള ആ കേസിൻ്റെ 24ാമത്തെ പേജിൽ 40 പാരഗ്രാഫ് വരെ നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ നമുക്കത് കേൾക്കാവുന്നതാണ്. ഓക്കെ, തൽക്കാലം നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ചർച്ചകൾ കേൾക്കാം.